പഞ്ചായത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് വഴിമാറുന്ന തരത്തിലേക്കാണ് ഈ യോഗം ഇപ്പോൾ മാറിയിരിക്കുന്നത്. ദുരന്തബാധിതർ ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ദുരന്തത്തിൽ നേരിട്ട് അതിൻ്റെ ഭാഗമായ മനുഷ്യർ, അതായത് വീടുകൾ നഷ്ടപ്പെട്ടവർ, കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ടവർ എല്ലാം തന്നെ പലരും ഇവിടെയുണ്ട്. ആ ആളുകളാണ് ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രതിഷേധം അറിയിക്കുന്നത്. ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല ഈ കരട് പട്ടിക, ഗുണഭോക്താക്കളുടെ കരട് പട്ടിക എന്നുള്ളതാണ് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ആ ഒരു പട്ടിക അംഗീകരിച്ച് ഏത് വിധത്തിലാണ് തയ്യാറാക്കിയത് എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. അതിൽ ഇരട്ടിപ്പുള്ള പേരുകൾ തന്നെ ഇവർ പുറത്ത് വിടുന്നു. അവർ അത് ചൂണ്ടിക്കാട്ടുന്നു. അതിൽ ഇരട്ടിപ്പുള്ള പേരുകൾ, അതിൽ 70ഓളം പേർ മുണ്ടക്കൈ ഭാഗത്തു നിന്നുണ്ട്. മാത്രമല്ല ചൂരൽമലയിലും സമാനമായ രീതിയിൽ തന്നെ പേരിരട്ടിപ്പുള്ള ആളുകളുണ്ട്. അപ്പോൾ എവിടെ നോക്കിയാണ് ഈ ഒരു ലിസ്റ്റ് മാനന്തവാടി സബ് കളക്ടറുടെ നേതൃത്വത്തിലാണ് തയ്യാറാക്കിയത്? പക്ഷേ എവിടെ നോക്കിയാണ് ഈ ലിസ്റ്റ് തയ്യാറാക്കിയതെന്നുള്ള ചോദ്യമാണ് ഈ ദുരന്തബാധിതർ ഉയർത്തുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പരസ്യ പ്രതിഷേധത്തിലേക്ക് ഈ ദുരന്തബാധിതർ നേരിട്ട് തന്നെ എത്തിയിരിക്കുന്നത്. പഞ്ചായത്ത് അധികൃതരും ഇതിന്റെ ഭാഗമായി നിൽക്കുന്നു, അതായത് പ്രതിഷേധത്തിന്റെ ഭാഗമായി നിൽക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ജനപ്രതിനിധികൾ ഉൾപ്പെടെ പറയുന്നത് ഈ ലിസ്റ്റ് അംഗീകരിക്കാൻ തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പ്രതിഷേധം മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല അത് കളക്ടറേറ്റിലേക്ക് കൂടി ഈ പ്രതിഷേധം വ്യാപിപ്പിക്കുമെന്നുള്ളതാണ് ദുരന്തബാധിതർ പറയുന്നത്. പ്രത്യേകിച്ച് ഇവർ ഈ അനർഹരുടെ പട്ടിക, ധാരാളം പേർ അനർഹരായിട്ടുള്ള ആളുകളും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിഷേധത്തിന്റെ കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ഇവരോട് നമുക്ക് ഇതിന്റെ ഭാരവാഹികളോട് നമുക്ക് ചോദിക്കാം. ഞങ്ങളുടെ നിലപാട് കൃത്യമാണ്. ഒരു 388 ആൾ ലിസ്റ്റ് ഇട്ടപ്പോൾ അതിൽ ഒരു വാർഡിൽ മാത്രം 70 ഡബിൾ എൻട്രി, 165 പേര് ഇരട്ടിപ്പ് വന്നിട്ടുണ്ട്. അതിൽ 70 വീട് കട്ടാവും, 121 പേരുള്ളൂ, 191. ഇത്രയും ഒരു അപാകതയുള്ള ലിസ്റ്റ് ഞങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഇവിടെ ഓൾ പാർട്ടി മീറ്റിംഗ് കൂടിയിട്ട് പഞ്ചായത്ത് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള ലിസ്റ്റാണ്. ആ ലിസ്റ്റ് കൊണ്ട് ഒത്തു നോക്കിയിട്ട് ഇവിടെ കരട് ലിസ്റ്റ് പുറത്തിറക്കുന്നുള്ള കളക്ടർ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് അത് ചെയ്തില്ല? ഇനി ചെയ്തിട്ടില്ലെങ്കിൽ അത് എന്താ കാരണം? പഞ്ചായത്ത് ഈ ലിസ്റ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ അതിനെന്താ കാരണം? ഇതൊക്കെ ഞങ്ങൾക്ക് അറിയണം. ഇന്ന് ഞങ്ങൾ ഈ പ്രതിഷേധം ഇവിടെ അവസാനിപ്പിക്കുന്നില്ല. കൃത്യമായിട്ട് ലിസ്റ്റ് ഉണ്ടാക്കിയ ഉദ്യോഗസ്ഥൻ ഇവിടെ എത്തുക, അല്ലെങ്കിൽ കളക്ടർ ഇവിടെ എത്തുക, ഞങ്ങൾക്ക് കൃത്യമായൊരു ഉറപ്പ് തരിക. അല്ലാതെ ഞങ്ങൾ ഇവിടുന്ന് തിരിഞ്ഞു പോകില്ല. ഉറപ്പില്ലാതെ പോകില്ല. ഇന്ന് നേരം എടുത്താലും ശരി പോകില്ല. ഇവിടെ ഞങ്ങൾ പോകില്ല. ഞങ്ങൾ പോകാൻ തീരുമാനിച്ചില്ല. കളക്ടർ അതിന് ബന്ധപ്പെട്ട ആളെ ഇവിടെ വരാതെ ഞങ്ങൾ പോകില്ല. ഇവിടുന്ന് പോകില്ല. ഇനി മരിക്കണം എന്നാൽ വേണ്ടി. കാരണം ഒരുപാട് ഈ പാവങ്ങൾ പണി മുടക്കിയിട്ട് ഓരോ ലിസ്റ്റും കൂടി നടക്കണം. ഞങ്ങൾ കൊടുത്തതാണ്. ഞങ്ങൾ 5 മണിക്കൂർ ഇന്ന് കൊടുത്തതാ. ഞങ്ങൾ ഈ പഞ്ചായത്തിൽ പാർട്ടി ലിസ്റ്റ് കൊടുത്തതാ. ഇനി എങ്ങനെ കൊടുക്കുക? ഇനി കൊടുക്കാൻ പറ്റില്ല. എന്തായാലും ഞങ്ങൾ ഇവിടെ പോകില്ല. എന്ത് ചെയ്താലും വേണ്ട. മാസം കൊണ്ട് ഉണ്ടാക്കിയ ലിസ്റ്റിൽ ഇത്രയും പ്രശ്നമാണെങ്കിൽ ഈ അടുത്ത തരുന്ന ആശയം ഉന്നയിക്കാൻ തരുന്ന 5 ദിവസത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഈ ലിസ്റ്റ് പരിഹരിച്ചുകൊണ്ട് ഇന്ന് ഇവിടുന്ന് ഞങ്ങൾ പോകുന്നുള്ളൂ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ ദുരന്തബാധിതർ അവർ പ്രതിഷേധിക്കുകയാണ്. ഇപ്പോൾ പുനരധിവാസ പട്ടികയുടെ കരട് പട്ടികയാണ് പുറത്തു വന്നത്. അതിൽ വലിയ അപാകതകൾ, ഇരട്ടിപ്പുണ്ട്, അർഹതയില്ലാത്തവർ ഒട്ടേറെ കടന്നുകൂടിയിട്ടുണ്ട്, എന്നാൽ അർഹതയുള്ളവരുടെ പേരില്ല തുടങ്ങിയ കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാട്ടുകയാണ്. ഒരു വാർഡിൽ തന്നെയുണ്ട് ഒട്ടേറെ ഇരട്ടിപ്പുകൾ. ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഇതിന് ഉത്തരവാദികൾ ആരാണ് എന്നൊക്കെയുള്ള ചോദ്യം അവർ ഉന്നയിക്കുന്നു. പഞ്ചായത്ത് ഒരു പട്ടിക തയ്യാറാക്കി കൊടുത്തതാണ്. അത് സർവകക്ഷി യോഗത്തിന് ശേഷമാണ്. ആ പട്ടിക പരിശോധിക്കാതെയാണ് ഇപ്പോൾ കരട് പട്ടിക പുറത്തിറക്കിയിട്ടുള്ളത്. ആർക്കാണ് ഇതിന്റെ ഉത്തരവാദിത്വം? കളക്ടർ വന്ന് മറുപടി പറയാതെ തങ്ങൾ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്നതാണ്. LSGD ജോയിന്റ് ഡയറക്ടറുടെ ഓഫീസിലാണ് അവർ പ്രതിഷേധിക്കുന്നത്. അദ്ദേഹത്തിന്റെ വിശദീകരണം, ഇതിൽ അപാകതകൾ പരിശോധിക്കാനുള്ള സമയം ഉണ്ട്, ആ സമയത്തിനുള്ളിൽ ഈ അപാകതകളെല്ലാം ചൂണ്ടിക്കാണിക്കാം, അത് പരിശോധിക്കപ്പെടും എന്ന് പറയുമ്പോൾ പോലും ഇത്ര ഗുരുതരമായ പിഴവ് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിന് ഉത്തരം നൽകേണ്ടത് അത്യാവശ്യമാണ്.